ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് വേൾഡ്. നമുക്കിന്നൊരു ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? കസ്റ്റാർഡ് വെച്ചിട്ട്. ഇത് നമ്മുടെ പാലും പഞ്ചസാരയും കൂടെ അടുപ്പിൽ വെച്ചിട്ട് നല്ലതായിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അതായത് 1 ഗ്ലാസ് പാലും 2 സ്പൂണ് പഞ്ചസാരയും വെച്ചിട്ട് നമ്മുടെ അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് കുറുക്കി വേവിച്ച് നമ്മൾ എടുക്കുക. നമുക്ക് 2 സ്പൂൺ പഞ്ചസാര അങ്ങോട്ട് ഇടാം. ഓൾറെഡി പാൽ വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പിലോട്ട് കേട്ടോ. നമ്മുടെ സെയിം മിൽക്ക് തന്നെയാണ് അത്. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഏത് മിൽക്കാണ് ഉപയോഗിക്കുന്നത്, അതാണ്. പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ എന്നും രാവിലെ സാൻഡ്വിച്ച് ബ്രെഡാണ് സാൻഡ്വിച്ചായിട്ട് അതെ സാൻഡ്വിച്ചായിട്ട് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഞാനല്ലാതെ നമ്മുടെ മറ്റേ ദോശ, ഇഡലി അങ്ങനെയൊക്കെ കഴിക്കുന്നത് കുറവാണ് ഇപ്പം. കാരണം ഇപ്പം ഇച്ചിരി വണ്ണം കുറയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ സൈഡെല്ലാം ബ്രൗൺ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ സെൻറ്റർ വഴി ഇങ്ങനെ കട്ട് ചെയ്യുന്നു. പിന്നെ സൈഡ് വൈസ് വഴി കട്ട് ചെയ്ത് 3 പീസ് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആക്കി എടുക്കുകയാണ്. പാടാട്ടോ മുറിക്കാൻ, കാരണം ഒന്നാമത് ആ പിച്ചാത്തിക്ക് ഒരു മൂർച്ചക്കുറവുണ്ട്. മൂർച്ചക്കുറവല്ല, ആ പിച്ചാത്തിൻ്റെ നമ്മുടെ എന്താ പറയുക, ആ ഷാർപ്നെസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക വെട്ട് ഡിസൈനുള്ള ഒരു നൈഫായി എടുത്തത് പിന്നെ ഞാൻ മാറ്റാൻ പോയില്ല. നമ്മുടെ താത്തക്കുട്ടി അവിടെ നിൽപ്പുണ്ട്. താത്തക്കുട്ടിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാൻ. രശ്മി നീ വീഡിയോ എടുക്കുവാണോ എന്ന് ചോദിച്ചിട്ട് അവിടെ കിടന്നായിരുന്നു പറയുന്നുണ്ട്. ഈ ബ്രെഡാണ്, ഇത് കൂട്ടത്തിൽ 4 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തത്. നമുക്ക് പിന്നെ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം, കൊച്ചിലെ തൊട്ടേ വീട്ടിൽ പറയും നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഏറ്റവും അടിയിലും മണ്ടയ്ക്കും ഇരിക്കുന്നതാണ് ഇത് കൂട്ടൊരു ബ്രെഡ്. അത് മാറ്റില്ല, അത് യൂസ് ചെയ്യല്. അത് യൂസ് ചെയ്താൽ ഇടയ്ക്കുള്ള ബ്രെഡെല്ലാം ചീത്തയായി പോകുന്നു. നിങ്ങളോട് ആരുടെയും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാൻ ഉപയോഗിക്കുന്ന സമയത്തൊന്നും അത് എടുക്കാറില്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റിലാണ് എടുക്കുന്നത്. അവൾ വന്നിട്ട് ഓരോ കമൻ്റ് അടിക്കുക കേട്ടോ പുഡിങ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട്. പാവം കേട്ടോ, ഹൈദരാബാദിയാണ്, പാവമാണ്. ഇടയ്ക്കൊക്കെ ഹൈദരാബാദി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എനിക്ക് തരും കേട്ടോ. ഞാനും നമ്മുടെ ബിരിയാണി, എൻ്റെ ഫിഷ് കറിയൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഫിഷ് കറിയും ചിക്കൻ കറിയൊക്കെ ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ 4 ഫാമിലി ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം ഫുൾ കമ്പനിയാണ്. പിന്നെ ഇതാണ് കസ്റ്റാർഡ് പൗഡർ. അത് നമ്മളൊരു ചെറിയ പാക്കറ്റിൽ ചെറിയ ബൗളിലോട്ട് മിൽക്ക് എടുത്തിട്ട് അതിനകത്തോട്ട് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലതായിട്ട് എന്താ പറയുക, തരിയില്ലാതെ നല്ലതായിട്ട് കലക്കി എടുക്കണം. ഇത് കൂട്ട് 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്ത് നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. കട്ടി ഉണ്ടാകാൻ പാടില്ല കേട്ടോ, നല്ല ഇതായിരിക്കണം. ഒട്ടും തരി കാണാൻ പാടില്ല. നല്ലതായിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാല് അടുപ്പിലിരിപ്പില്ലേ, ചെറിയ തീയിൽ വേകുന്നുണ്ട്, അതിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. അതുകൊണ്ട് ഒഴിച്ചിട്ട് നമുക്ക് സ്പൂണും കൊണ്ട് പെട്ടെന്ന് മിക്സ് ചെയ്യണം. ഇത് പെട്ടെന്ന് കുറുകും കേട്ടോ. തിക്കാവുന്നുണ്ട് കണ്ടോ. നല്ലതായിട്ട് തിക്കായി ആ ബൗൾസ് വരുന്ന കാണുമ്പോൾ അറിയാമല്ലോ, നല്ല തിക്നെസ് ആയിട്ടുണ്ട്. നിഹാലിക വിട്ടിരുന്ന ചുമയായിരുന്നു എൻ്റെ വോയിസ് എല്ലാം കട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ കാരമലൈസിൻ്റെ ഇടയ്ക്ക് ചെയ്ത് കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്തത് കൊണ്ട് വീഡിയോ കൂടെ എടുക്കാൻ ഒരു പാടായിരുന്നു. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി കേട്ടോ ഞാൻ കാരമലൈസ് ചെയ്തത്. ബ്രെഡ് ഞാൻ എണ്ണയിൽ വറുത്താണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ എണ്ണ അധികം യൂസ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ചെറുതായിട്ട് നെയ്യ് പുരട്ടിയിട്ട് ഫ്രൈ പാനിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് ഇളക്കി ഇത് കൂട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ആ കാരമലൈസ് ചെയ്ത് ആ ബൗളിനകത്തോട്ട് ഫസ്റ്റ് ഒരു ലെയർ നമുക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ പുഡിങ്ങിന് തയ്യാറാക്കിയ മിൽക്കും കസ്റ്റാർഡുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ലെയറിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാനത് ഇളക്കിയിട്ട് വേണമായിരുന്നു ഒഴിക്കാൻ കേട്ടോ. ഞാൻ കമത്തിയ കാരണം മണ്ടയ്ക്ക് കട്ട പിടിച്ചാണ് അങ്ങോട്ട് വീണത്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അതിലേ ആ വരവ് കാണാൻ. ഓക്കെ, അത് നമുക്കിനി അങ്ങോട്ട് നല്ലതായിട്ട് എല്ലായിടത്തോടെ സ്പ്രെഡ് ചെയ്യിക്കാം ആ സ്പൂൺ വെച്ചിട്ട്. അതെല്ലാം നമ്മൾ എല്ലായിടത്തോടെ സ്പ്രെഡ് ചെയ്യിച്ചിട്ട് അടുത്ത ലെയർ ബ്രെഡും കൂടെ ബാക്കി ഫുള്ള് ബ്രെഡും കൂടെ എടുത്തിട്ട് അതിൽ നിരത്തി വെക്കുക.
വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ ഫുൾ എടുത്ത് വെക്കുക കേട്ടോ. ഞാൻ 4 ബ്രെഡാണ് എടുത്തത്, 4 ഫുള്ളും വെച്ചിട്ടുണ്ട്. അതിലെ ബാക്കിയുള്ള നമ്മുടെ കസ്റ്റാർഡിൻ്റെ ഇതൊന്ന് ഇളക്കിയിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി, സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് അതിലോട്ട് ഒഴിച്ച് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാവേ. ഇതാ ലാസ്റ്റ് ഫൈനൽ ഇങ്ങനെയാണ്. നമുക്കിനി ഒരു 1 hour നമുക്കിത് ഫ്രീസ് ചെയ്യാം. ഇതാ ആദ്യയുടെ ഫ്രിഡ്ജ് ഉണ്ടോ, എൻ്റെ ആദ്യക്കുട്ടിൻ്റെ പേരാവത്തേലുള്ളത്, അതിലോട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ നിഹാലോട് ചെറിയൊരു ടീ ബ്രേക്ക് എടുത്തു, മിൻറ്റ് ലീഫ് വിത്ത് സുലൈമാനി. ഞങ്ങളൊരു ബിസ്ക്കറ്റ്, ക്രാച്ചാക്കിൻ്റെ കൂട്ടുള്ള ടൈപ്പ് ബിസ്ക്കറ്റാണ്, പക്ഷേ ഷുഗർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കേട്ടോ. അത് ഞങ്ങളിവിടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 1 hour കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി എടുത്തു. ഇതാണ് നമ്മുടെ സാധനം. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ടേസ്റ്റ് കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിഹാലയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിഹാലി പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നിഹാലി കഴിച്ചു കേട്ടോ, സൂപ്പറായിരുന്നു. നിഹാലി പറഞ്ഞു കൊള്ളാം ആൻറ്റി എന്ന് പറഞ്ഞു, നല്ലതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് പറയുക, കുറച്ചും ഇവിടെ നെസ്കഫയുടെ കോഫി പൗഡർ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കേട്ടോ. അത് സൂപ്പറായിരുന്നു കേട്ടോ. ഇതും ഓക്കെ നോർമൽ, പക്ഷെ അതുകൂടെ ഇട്ടപ്പോൾ സൂപ്പർ. അതിൻ്റെ ഒരു കൊളീഗാ പറഞ്ഞ രേഷ്മ പുഡിങ് എന്തെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് കോഫി പൗഡറോ എല്ലാം ഇട്ടിട്ടൊന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞു. സൂപ്പറായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ